ഹലോ, നമുക്കിന്നൊരു ഗെയിം കളിച്ചാലോ? പിള്ളേരെയൊക്കെ കൊണ്ട് കളിപ്പിക്കാൻ പറ്റിയ ഗെയിം, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ്. ബോൾ ഗെയിം അല്ല കേട്ടോ, ഇത് വെറുതെ കൈ പിടിച്ചെന്നേ ഉള്ളൂ. നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് ബ്രെയിൻ ബീറ്റ. ഇതിനുള്ളിൽ ഇതുപോലൊരു ബോർഡും പിന്നെ ഇതുപോലെ കുറച്ച് മാർബിൾസും ആണുള്ളത്. ഇത് കുറച്ച് ശ്രദ്ധിച്ച് കളിക്കേണ്ട ഗെയിമാണ്. മിക്കവാറും പേരുടെ വീട്ടിൽ ഇത് ഉണ്ടാവും. ഇതില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നല്ല രസമാണ് കളിക്കാൻ, നമുക്ക് മടുക്കത്തില്ല. ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആദ്യം ഞാൻ ഇതാണ് ഇതിനകത്ത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാം. അപ്പം നമുക്കിതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗ്രീൻ ബോർഡാണ്. പിന്നെ ഇതിനുള്ളിൽ ഇതുപോലെ കുറച്ച് മാർബിൾസ് ഉണ്ട്. ഇനി ഈ മാർബിൾസ് നമുക്ക് ആ ബോർഡിൽ സെറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് കളിക്കാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനുള്ളിൽ മാർബിൾസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതുപോലുള്ള മാർബിൾസ് നമ്മളിതിൻ്റെ ഓരോരോ കുഴിയിലായിട്ട് ഇടണം. നടുക്കിടാൻ പാടില്ല. ഇപ്പോൾ പറയാം. ഇത്രയും മാർബിൾസ് ആണ് ഇതിനകത്ത് ആകെ ഉള്ളത്. അതിലൊരു മാർബിൾ നമ്മൾ മാറ്റി വെച്ചു. അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇതിൽ ഒരു കുഴി, അതായത് ഈ സെൻറ്റർ പോർഷനിലുള്ള കുഴി ഒഴിച്ചിടണം. ഇതിൽ കണ്ടൻസ് ഉണ്ടോ? ഒരു പ്ലേ ബോർഡും പിന്നെ 33 മാർബിൾസും ആണ് ഉള്ളത്. നമ്മൾ പണ്ടൊക്കെ കളിക്കുന്ന ഗോലി തന്നെയാണ് സാധനം. ഇതുപോലെ നമ്മൾ മാർബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് റൂൾസ് ആണ് പറയാൻ പോകുന്നത്. ഇത് കണ്ടോ, ഈ ഒരു മാർബിൾ ഇവിടെ വെച്ചിട്ട് അടുത്ത മാർബിൾ അപ്പുറത്ത് വെക്കാൻ അവിടെ സ്പേസ് ഉണ്ടാവണം. അതായത് 2 മാർബിൾ അടുത്തും തൊട്ടപ്പുറത്ത് ഹോളും ആ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാർബിളിനെ അതിൻ്റെ മേളിൽ കൂടി അപ്പുറത്ത് കൊണ്ടുപോയി വെട്ടിക്കഴിഞ്ഞാൽ ആ മാർബിളിനെ നമുക്ക് എടുത്ത് വെക്കാം. ഇതുപോലെ ഹൊറിസോണ്ടലി വെർട്ടിക്കലി ചെയ്യാൻ പറ്റും. പക്ഷേ ഡയഗണലി ഇത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഓരോരോ മാർബിളായിട്ട് വെട്ടി നമ്മൾ അവസാനം ഒരു മാർബിളിൽ, അതും സെൻറ്ററിലായിട്ട് ഒരു മാർബിളിൽ കൊണ്ടുവന്ന് എത്തിക്കണം. അതാണ് ഗെയിം. ഇതിനകത്ത് പോയിന്റ് ഉണ്ട്. ഇപ്പം നമ്മളൊക്കെ കളിക്കുമ്പോൾ ഒരു മാർബിൾ ഒന്നുമില്ല, ഒരുപാട് മാർബിൾ ഇതുപോലെ വെട്ടാൻ പറ്റാതെ അവസ്ഥയിൽ എത്തിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇതിനെ കുറച്ച് കണ്ടീഷൻസിൽ നമുക്ക് പോയിന്റ്സ് വരുന്നത് ഇങ്ങനെയാണ്. 1 മാർബിൾ ലെഫ്റ്റ് ആണെങ്കിൽ ജീനിയസ് ആണ്, 2 മാർബിൾ ആണ് ലെഫ്റ്റ് എങ്കിൽ എബവ് ഇന്റലിജന്റ്, 3 മാർബിൾസ് ലെഫ്റ്റ് ആണെങ്കിൽ ഇന്റലിജന്റ്, 4 മാർബിൾസ് ലെഫ്റ്റ് ആണെങ്കിൽ ട്രൈ അഗെയിൻ. ഇതാണ് ഈ ഗെയിമിന്റെ റിസൾട്ട് വരുന്നത്. നമുക്കിനി ഇതൊന്ന് കളിച്ചു നോക്കിയാലോ. ആദ്യം ഞാൻ തന്നെ കളിക്കാം. ഇതിപ്പോ ഞാൻ തന്നെ ആദ്യം കളിക്കുവാണേ. ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാം, എന്നിട്ട് ഇതെടുക്കാം. ഇതുപോലെ ഇതിന്റെ മേളിൽ കൂടി കൊണ്ടുപോയി ഇവിടെ വെക്കുക, എന്നിട്ട് ഇതെടുത്ത് മാറ്റി വെക്കാം. അതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇനി നമുക്ക് ഇതിനങ്ങോട്ട് കൊണ്ടുപോകാം. ഇതിന്റെ മേളിൽ കൂടി ഇപ്പുറത്ത് കൊണ്ടുവരാം, ഇപ്പുറത്ത് കൊണ്ടുവരാം. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചങ്ങോട്ടേക്ക്, അങ്ങോട്ട് ഇപ്പൊ കണ്ടോ, ഞാൻ ഇത്രയും കളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിനി ഇതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനടുത്ത് മാർബിൾ ഒന്നുമില്ല, അത് ഒറ്റപ്പെട്ടു പോയി. അതിനെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതും അതുപോലെ ആയിപ്പോയി. അവനെ രക്ഷപ്പെടുത്തി.
അതേ കണ്ടോ, ഞാൻ കളിച്ചപ്പോൾ എനിക്ക് 2 എണ്ണം ബാക്കി വന്നു. ഇനി ഇതിനൊന്നും ചെയ്യാം. അയ്യോ സോറി 3 എണ്ണം ബാക്കി വന്നു. ഇനി ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. 3 എണ്ണം ബാക്കി വന്നാൽ ഇന്റലിജന്റ് എന്നാണ് പറയുന്നത്. കണ്ടോ, ഇനി അടുത്ത ആര് കളിക്കും എന്നുള്ളതിൽ അടിയാണ്. അടുത്തത് മോളാണ് കളിക്കാൻ പോകുന്നത്. അടുക്കി വെക്കേ. റെഡി ആയിട്ടുണ്ട്. മോള് കളിച്ചപ്പോൾ 4 എണ്ണം വന്നിട്ടുണ്ട്. 4 എണ്ണം കളിച്ച എത്രയാണ്? 4 മാർബിൾസ് ലെഫ്റ്റ് ആണെങ്കിൽ ട്രൈ അഗൈൻ ആണ് വന്നേക്കുന്നത്. ഇനി ഓനാണ് കളിക്കാൻ പോകുന്നത്. അവൻ ഇനി എത്ര എണ്ണം ബാക്കി വയ്ക്കുമെന്ന് നോക്കാം. കളിക്കണം, കാണിക്കണം. അവനാണ് ഇന്നത്തെ വിന്നർ. ഇതുപോലെയാണ് കളിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മോനിത് കുറച്ച് തവണ കളിച്ച് പരിചയമായി, അവൻ തന്നെ പഠിച്ചെടുത്തതാണ്. ഇതുപോലെ 1 മാർബിൾ ലെഫ്റ്റ് ആയ വിന്നറാണ്, ജീനിയസ്. 1 മാർബിൾ ലെഫ്റ്റ് ആണെങ്കിൽ ജീനിയസ് ആണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വാങ്ങിച്ചോളുക. ബ്രെയിൻ ബീറ്റ നല്ലൊരു ഗെയിമാണ്. പെട്ടെന്ന് തോൽക്കാനുള്ള ട്രിക്ക് എൻ്റെ മോൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് വളരെ കുറച്ച് മൂവ്മെന്റിലൂടെ തന്നെ പെട്ടെന്ന് തോറ്റു പോകും. പിന്നെ വേറെ ഒരു മാർബിളും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമുക്ക് ചെന്നെത്താൻ പറ്റും. അങ്ങനെ ഒരു മൂവ്മെന്റും കൂടെ മോൻ കാണിച്ചു തരും. നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ എങ്ങനെ മൂവ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തോക്കാം? ഇനി ഒരെണ്ണം പോലും മൂവ് ചെയ്യാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. ശരിയാണല്ലോ. ഇനി ഒന്നും മൂവ് ചെയ്യാൻ പറ്റില്ല.
ഒന്നിന്റെ മുകളിൽ കൂടി ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാനായിട്ട് ഇവിടെ ഒരു മാർബിളും ഇല്ല. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 പോയിന്റ് ബാക്കിയുണ്ട്. 6 പോയിന്റ് മാത്രമാണ് അപ്പം കിട്ടിയത്. ഇങ്ങനെ ഒരു ടെക്നിക്ക് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും മൂവ് ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഗെയിമുമായിട്ട് വീണ്ടും കാണാം. ബൈ പറഞ്ഞേ.